മുട്ടുവേദന മാറ്റാനുള്ള അല്ലെങ്കിൽ മുട്ടുവേദന കുറക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. പല ഏജ് ആളുകളിലും പല പല കാരണങ്ങളുടെ മുട്ടുവേദന ഉണ്ടാകാം. അത് നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് അല്ലെങ്കിൽ വീണിട്ടുള്ള മുട്ടുവേദന മുതൽ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് മുതൽ ലിഗമെൻ്റ് ഇഞ്ചുറി, നമ്മളെന്തെങ്കിലും വീണിട്ട് അല്ലെങ്കിൽ കളിക്കുമ്പോൾ വരുന്ന വേദനകൾ, അതേപോലെ മെനിസ്കൽ ടിയർ, മസിൽ വേദന, അല്ലെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള തേയ്മാനങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളും മുട്ടുവേദന ഉണ്ടാകും. ഇതിൽ എങ്ങനെയൊക്കെ നമ്മൾ മുട്ടുവേദന കുറക്കാനുള്ള വഴികളെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഏറ്റവും കൂടുതൽ കാരണം ഒരു പെട്ടെന്നൊരു മുട്ടുവേദന ഉണ്ടായി, അതായത് പെട്ടെന്ന് മുട്ടുവേദന വന്നു, ചെറുതായിട്ട് ഇടിച്ചു അല്ലെങ്കിൽ വീണു, വലിയ ഇഷ്യൂസൊന്നുമില്ല, എക്സ്റേ ഒക്കെ നോർമലാണ്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ തന്നെ നമ്മൾ അക്യൂട്ടായിട്ട് പെയിൻ എന്ന് പറയും, നീ പെയിൻ. അതിന് ചെയ്യേണ്ട കാര്യം റൈസ് എന്ന് പറയും, RICE എന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക, ഐസ് വെക്കുക, കംപ്രഷൻ, അതായത് എന്തെങ്കിലും നീരെന്തെങ്കിലും മുട്ടിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കംപ്രഷൻ സ്റ്റോക്കേജ് എല്ലാം ചുറ്റി വെക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാം, അതിൻ്റെ ശേഷമുള്ള റീഹാബിലിറ്റേഷൻ എക്സസൈസ്. ഇതെല്ലാം പെട്ടെന്നുള്ള വേദനക്കുള്ള വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്, കുറച്ച് കാലത്തിന് ചിലപ്പം മുട്ടുവേദന, നമുക്ക് മുട്ടുവേദന വന്ന ഉടനെ തന്നെ MRI എടുക്കണം അങ്ങനെയൊന്നുമില്ല. MRI എടുക്കാനുള്ള ഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് കുറേ കാലമായിട്ടുള്ള വേദന, അല്ലെങ്കിൽ നല്ലൊരു ഇഞ്ചുറി പറ്റി, ആക്സിഡൻറ്റ് പറ്റി, നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റബിലിറ്റി, നടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുക, അതായത് നടക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് സ്ലിപ്പാകുന്ന പോലെ, അതായത് മുട്ടൊന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നുക, ലോക്കാകുന്ന പോലെ തോന്നുക, ഇങ്ങനത്തെ കാരണങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉടനെ തന്നെ MRIയും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള വേദന ആണെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കുക, ഐസ് വെക്കുക, മുട്ടിൽ ബാൻഡേജ് കെട്ടുക, അത് ചെറിയ എക്സസൈസ് ചെയ്തിട്ട് വേദന എല്ലാം കുറക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ. അതോടുകൂടെ തന്നെ നമുക്ക് പെയിൻ കില്ലർ കഴിക്കാം. പെയിൻ കില്ലർ എന്നാൽ കുറേ കാലം കഴിക്കാൻ പാടില്ല. നമ്മൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നതാണ്, ചെറിയ വേദനയ്ക്കാണെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് കഴിക്കാം. നമ്മൾ അസറ്റമിനോഫ് എന്ന് പറയുന്ന പാരസെറ്റമോൾ, പനിക്കും എല്ലാം കഴിക്കുന്ന സാധാ പാരസെറ്റമോൾ ഗുളിക 2-3 ദിവസം കഴിക്കാം. അതുകൊണ്ട് കൂടെ തന്നെ മുറിവൊന്നുമില്ല, അവിടെ ചെറിയ വേദന ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പിക്കലായിട്ടുള്ള ഡൈക്ലോഫെനാക് പെയിൻ്റെ ഓയിൻമെൻറ്റ്, സാധാരണ വരുന്ന വോളിനി അങ്ങനത്തെ ജെല്ലെല്ലാം അപ്ലൈ ചെയ്യാം. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നമുക്ക് NSAIDs ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പെയിൻ കില്ലേഴ്സ് എന്ന് വെച്ചാൽ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് എന്ന് പറയും. അത് നമുക്ക് വേണമെങ്കിൽ 3 ദിവസം മുതൽ 5 ദിവസം വരെ, നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, കിഡ്നി ഇഷ്യൂ ഇല്ല, ഹാർട്ട് ഇഷ്യൂ ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ 3 to 5 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച വരെ നമുക്ക് NSAIDs ടാബ്ലറ്റ് കഴിക്കാം. ഇതെല്ലാം അവിടെയുള്ള നീര് അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഫ്ലമേഷൻ സെറ്റിലാൻ നമ്മളെ സഹായിക്കും. എന്നിട്ടും വേദന കുറയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് MRI എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞത് വേദന ഉണ്ടായി നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ട കാര്യങ്ങൾ: റെസ്റ്റ് എടുക്കുക, ഐസ് വെക്കുക, കംപ്രസിങ് ബാൻഡേജ് കൊടുക്കുക, എക്സസൈസ്, റീഹാബിലിറ്റേഷൻ ചെയ്യുക. നല്ല പെയിൻ ഉണ്ടെങ്കിൽ ചെറിയ പെയിൻ കില്ലർ മുതൽ പാരസെറ്റമോൾ മുതൽ പെയിൻ കില്ലറായിട്ടുള്ള NSAIDs വരെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുക. കാരണം കുറേ ദിവസം NSAID എടുത്താൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മുടെ ബോഡിയിലോട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ നമ്മൾ MRI എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കണം. ഇതൊക്കെ സാധാരണ രീതിയിലുള്ള മുട്ടുവേദനയൊക്കെ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ അസഹ്യമായ മുട്ടുവേദന, പെട്ടെന്ന് മുട്ടിൻ്റെ ഉള്ളിൽ വീക്കം വന്നു, അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇമേജിങ് MRI എക്സ്റേ എല്ലാം എടുക്കേണ്ടതാണ്. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുട്ടുവേദനയിലെ ഇനീഷ്യൽ സ്റ്റെപ്സ് എന്തൊക്കെ ചെയ്യണം. എന്നിട്ട് മുട്ടുവേദന നിങ്ങൾക്ക് സെറ്റിലായി അല്ലെങ്കിൽ കുറഞ്ഞു വന്നു, നിങ്ങൾ അതിൻ്റെ ഐസ് വെച്ചു, ഇതെല്ലാം വെച്ച് സെറ്റിലായി, എന്നിട്ട് അതിൻ്റെ ശേഷം എക്സസൈസ് എല്ലാം ചെയ്തു, പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു 70-80% സെറ്റിലായി, കുറച്ച് ഇപ്പോഴും ചെറിയ വേദനയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മുട്ട് തേയ്മാനാവാം അല്ലെങ്കിൽ മറ്റുള്ള ഇഷ്യൂ ആവാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈൽ. അതായത് നിങ്ങൾക്ക് വേദന വന്നു, അത് കുറഞ്ഞു, ഇത്ര ശതമാനം കുറഞ്ഞു, റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ബാൻഡേജ് ഇട്ടപ്പോൾ റെഡിയായി. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേദന വരുന്നുണ്ട്, കുറച്ച് വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേദന വരുമോ എന്നുള്ള പേടി, എന്തെങ്കിലും ഇഞ്ചുറി കൂടുമോ എന്നുള്ള പേടി, ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിച്ചു, കുറവുണ്ടല്ലോ, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ദിനചര്യകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം. അതിന് മെയിനായിട്ട് വേണ്ടതാണ് നമ്മളെ വെയിറ്റ് കുറക്കുക എന്നുള്ളത്. കാരണം നമ്മളെ മുട്ട് നമ്മളെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിൻ്റാണ്. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ നമ്മുടെ ബോഡിയുടെ ഫുൾ വെയിറ്റ് ആ ജോയിൻറ്റിലാണ്. അതൊരു സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയും. അതിലൊരു ഫ്ലൂയിഡ് ഉണ്ട്, നമ്മളൊരു വണ്ടിയുടെ ഷോക്ക് അബ്സർവറൊക്കെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ ലൂബ്രിക്കേഷനൊക്കെ ചെയ്യുന്ന, അത് അങ്ങനത്തെ ഒരു ലോഡ് ബിയറിങ് ജോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ
കൂടുതൽ വെയിറ്റ് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു വണ്ടിയുണ്ട്, കാറുണ്ട്, അതിൽ ഒരു സ്ഥിരമായിട്ട് ഒരാൾ ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ ആ കാറിൻ്റെ ടയർ പെട്ടെന്ന് തേഞ്ഞു പോകത്തൊന്നുമില്ല. നേരെ മറിച്ച് അതിലൊരു 10 പേര് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നു, കുറേ പേര് ഫുൾ ലോഡായിട്ട് കുറേ വെയിറ്റ് ലോഡായിട്ട് മാർക്കറ്റിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ അതിനൊരുപാട് ഇഷ്യൂ വരും. അതിൻ്റെ ആക്സിൽ തേയ്മാനം വരും, കാറിൻ്റെ ടയറിൻ്റെ തേയ്മാനം വരും. ഇതേപോലെ തന്നെയാണ് നമ്മൾ വെയിറ്റ് കൂടുന്നത്, ഓരോ കിലോഗ്രാം കൂടുന്നതിനനുസരിച്ച് നമ്മൾ മുട്ട് ജോയിൻറ്റിലോട്ട് കൂടുതൽ വെയിറ്റ് വരികയും അതിന് വേദന, അല്ലെങ്കിൽ അതിൻ്റെ മസിൽ വീക്ക്നെസ്, അതിൻ്റെ ലിഗമെൻറ്റ് വീക്ക്നെസ്, മുട്ട് തേയ്മാനം എല്ലാം വരും. അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ വെയിറ്റ് കുറക്കുക, എന്നിട്ട് അതിനുള്ള ലോഡിങ് കുറയ്ക്കുക എന്നാണ് ഫസ്റ്റ് തിങ് ചെയ്യാനുള്ളത്. രണ്ടാമത് നമ്മൾ ഒരു നല്ല രീതിയിലുള്ള പോസ്ചർ അവലംബിക്കുക. നമ്മൾ നടക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ ചില ആളുകൾ ഇരിക്കുമ്പോൾ തന്നെ മുട്ട് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് മടക്കിയിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എപ്പോഴും ഒരു 45 ഡിഗ്രി ആംഗിളിൽ അധികം സ്ട്രെയിൻ വരാത്ത ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളോട്ട് മടക്കി വെക്കാതെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, 90 ഡിഗ്രിക്ക് ഒന്ന് മടക്കി വെക്കാതെ ഇരിക്കുക. അത് ശ്രദ്ധിക്കുക. അതായത് പ്രത്യേകിച്ചും നമ്മൾ നടക്കുമ്പോൾ തന്നെ ഓവർ വെയിറ്റ് എടുത്ത് നടക്കുമ്പോൾ തന്നെ കയ്യിലെല്ലാം വെയിറ്റ് പിടിച്ച് നടക്കുമ്പോൾ ഡിസ്കിനെയും ബാധിക്കും, മുട്ടിനെയും ബാധിക്കും. സ്റ്റെപ്പ് കയറുമ്പോഴെല്ലാം വെയിറ്റ് അധികം മുട്ടിനെ ബാധിക്കാത്ത രീതിയിൽ നടക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വെയർ, നമ്മൾ ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ മുട്ടുവേദന ഉണ്ടെങ്കിൽ ഫുഡ് വെയർ നല്ല കുറച്ച് കുഷനുള്ള ടൈപ്പ് ഫുഡ് വെയർ യൂസ് ചെയ്യുക. അത് നമ്മുടെ മുട്ടിലെ ജോയിൻറ്റിനുള്ള വെയിറ്റ് ബിയറിങ് നമ്മളെ ഗ്രൗണ്ടിലോട്ട് കറക്റ്റായിട്ട് ഇത് നമ്മൾ ഹാർഡ് സർഫേസിൽ എപ്പോഴും നടക്കുക അല്ലെങ്കിൽ ഷൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുട്ടുവേദന കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. നാലാമത്തെ ആയിട്ടുള്ള നമ്മളെ മറ്റുള്ള മെറ്റബോളിക് ഡിസീസസ്, പ്രത്യേകിച്ചും ഷുഗർ, തൈറോയ്ഡ് അസുഖങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക. കാരണം ഇതെല്ലാം നമ്മളെ ജോയിൻറ്റിനെ അല്ലെങ്കിൽ ലിഗമെൻസിനെ അല്ലെങ്കിൽ എല്ലാം അവിടെയുള്ള പ്രോട്ടീൻസിനെ നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ ആയിട്ട് നമ്മളെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളും കാര്യങ്ങളെല്ലാം മോഡിഫൈ ചെയ്യുക. മുട്ടുവേദനയുള്ള ഒരാൾ സ്ഥിരമായിട്ട് ജിമ്മ് പോകുന്നതാണെങ്കിൽ അത് മുട്ടുവിൽ അധികം ലോഡ് ചെയ്യുന്ന എക്സസൈസ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അതേപോലെ തന്നെ ജമ്പിങ്, ചാടുന്ന വർക്കുകളെല്ലാം കൂടുതൽ ഒഴിവാക്കുക, അത്ര എക്സസൈസ് ഒഴിവാക്കുക. നടത്തം എല്ലാം നല്ലതാണ്. നല്ല സിവിയർ വേദന ഉണ്ടാകുമ്പം, നല്ല വേദന ഉണ്ടാകുമ്പോൾ നടക്കരുത്, വേദന കുറക്കാൻ വേണ്ടി നടക്കുക. അതിന് വേണ്ടിയുള്ള എക്സസൈസുകളിൽ നിന്ന് മുട്ടുവേദന കുറക്കാനുള്ള സ്പെഷ്യൽ എക്സസൈസുണ്ട്, മുട്ടുവേദന ഉണ്ടാവുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട എക്സസൈസുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ മൂന്നാമത്തായിട്ട് ഞാൻ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളൊക്കെ മോഡിഫൈ ചെയ്യുക. കൂടുതൽ ഓടുന്ന അല്ലെങ്കിൽ ചാടുന്ന എക്സസൈസുകളെല്ലാം മുട്ടുവേദന ഉണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കുക. അത് മുട്ടിലോട്ട് കൂടുതൽ ലോഡ് ഡയറക്റ്റായിട്ട് വരാനുള്ളതാക്കും. അതേപോലെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ മുട്ടിലോട്ട് വേദനയുള്ള മുട്ടിലോട്ട് അധികം പ്രഷർ വരാതെ മറ്റൊരു മുട്ട് ഉപയോഗിച്ചിട്ട് മെല്ലെ അതിലോട്ട് വെയിറ്റ് ബാലൻസ് ചെയ്യുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ മുട്ട് എന്ന് പറയുന്നത് ജോയിൻ്റാണ്. നമ്മുടെ തുടയെല്ലും കാലിൻ്റെ എല്ലും തമ്മിൽ ബന്ധിക്കുന്ന മേജർ ജോയിൻ്റാണ്. അതിൻ്റെ ചുറ്റും മസിലുണ്ട്. ഈ മസിലാണ് നമ്മുടെ സ്ട്രെങ്ത് കൊടുക്കുന്നത്. നമ്മളൊരു ഉദാഹരണത്തിന് നമ്മളൊരു മരം എടുത്താൽ ആ മരത്തിൻ്റെ ഉള്ളിലെ കാമ്പ് എന്ന് പറയുന്ന സ്റ്റെം എന്ന് പറയുന്നത് അതിനെ പോലെ അതിൻ്റെ പുറത്തുള്ള തോല്, ഈ തോലാണ് നമ്മുടെ മരത്തിന് കൂടുതൽ ദൃഢത കൊടുക്കുന്നത്. ആ ദൃഢത കൊടുക്കുന്ന നമ്മളെ ചുറ്റുള്ള മസിലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിലാണ് ഹാംസ്ട്രിങ് മസിൽസ്, അല്ലെങ്കിൽ നമ്മളെ ക്വാഡ്രിസെപ്സ് എന്ന് പറയും. നമ്മൾ മുട്ടിൻ്റെ മേലെയുള്ള കവറായിട്ട് ചിരട്ട ഉണ്ടാക്കുന്നതന്നെ ക്വാഡ്രിസെപ്സ് ടെൻഡൻ എന്ന് രൂപപ്പെട്ടതാണ്. അപ്പോൾ ഈ ക്വാഡ്രിസെപ്സ് മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ നമ്മൾ ഇരുന്നിട്ട് കാല് പൊക്കി പിടിക്കുക, അതേപോലെ തന്നെ SLR റൈസിങ് ടെസ്റ്റ്, ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തൻ ചെയ്തിട്ട് മറ്റേ ഹാംസ്ട്രിങ് സ്ട്രെങ്തനിങ് ടെസ്റ്റുകൾ, ഈ എക്സസൈസുകളൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒറ്റയടിക്ക് മുട്ടുവേദന മാറ്റാനുള്ള വഴിയെല്ലാം നോക്കുന്നത്. മുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ജോയിൻ്റാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് അതിന് ജോയിൻറ്റിന് ചുറ്റുമുള്ള സപ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുക. ആ മുട്ടിനുള്ള സപ്പോർട്ടായിട്ടുള്ള മസിലുകൾ, കോർ മസിലുകൾ ടൈറ്റാക്കിയിട്ട് മുട്ടിന് സപ്പോർട്ട് കൊടുക്കുക എന്നാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും. എന്നാൽ ഈ കാര്യങ്ങൾ, മുട്ടിനുള്ള എക്സസൈസുകൾ, ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ്, ഹാംസ്ട്രിങ് സ്ട്രെങ്തനിങ്, മറ്റുള്ള എക്സസൈസുകളെല്ലാം ചെയ്തിട്ടും വേദന കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് അത് എക്സ്റേ അല്ലെങ്കിൽ MRI എടുത്തിട്ട് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കണം. എന്നാൽ ഇതിൻ്റെ മുമ്പ് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ട കുറച്ച് അസുഖങ്ങളുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മുട്ടിന്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്ന് വരുന്ന വേദന, നിങ്ങൾക്കിപ്പോൾ ഇന്നലെ ഒന്നും ഒരു കുഴപ്പമില്ല, കിടക്കുന്നു, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കലശമായിട്ടുള്ള മുട്ടുവേദന,
മുട്ടിന് വീക്കം വരിക, അല്ലെങ്കിൽ മുട്ടിന് അവിടെ വീക്കമുണ്ട്, അവിടെ ഭയങ്കര ചൂടുണ്ട്, അല്ലെങ്കിൽ മുട്ടിൻ്റെ അവിടെ താഴോട്ട് തരിപ്പ് തോന്നുക, ഇത്തരം അല്ലെങ്കിൽ പനിയുണ്ട്, മുട്ടുവേദനയുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഈ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. അത്തരം വേദനയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് എക്സസൈസ് ഒന്നും ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇമേജിങ് എക്സ്റേ അല്ലെങ്കിൽ MRI എല്ലാം എടുത്ത് നോക്കേണ്ടി വരും. അതിന് എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് വേദന വന്നു നോക്കാം. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ വേദന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള വേദന ആയിക്കോട്ടെ, ഇതെല്ലാം മെല്ലെ മെല്ലെ ഗ്രാജുവൽ പ്രോഗ്രസീവ്, അതായത് മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. പെട്ടെന്നുള്ള വേദനകൾക്ക് ഉടനെ തന്നെ ചികിത്സ തേടേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങളൊന്ന് വീണു, അല്ലെങ്കിൽ പന്ത് കളിച്ചോ ഫുട്ബോൾ കളിച്ചപ്പോൾ മുട്ട് ട്വിസ്റ്റുമായി, നിങ്ങളൊന്ന് തിരിഞ്ഞു, കാൽ തിരിഞ്ഞു, അല്ലെങ്കിൽ മുട്ട് തിരിഞ്ഞു വീണു എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇറങ്ങിയപ്പോൾ ഒന്ന് ഇതായത് സ്റ്റെപ്പ് മിസ്സായ പോലെ തോന്നി. ഇത്തരം വേദനകളിൽ നമ്മൾ മുട്ടിൻ്റെ മെനിസ്കസ് അല്ലെങ്കിൽ ലിഗമെൻസ് ഇഞ്ചുറീസിന് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ അറിയാൻ നോക്കാം. നമ്മൾ ഇത്തരം പെട്ടെന്നൊരു ദിവസം നിങ്ങളൊന്ന് സ്റ്റെപ്പ് ഇറങ്ങി, അല്ലെങ്കിൽ ഒരു ട്രക്കിങ്ങിന് പോയി, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പോയപ്പം സ്റ്റെപ്പ് മിസ്സായിപ്പോയി, അതിൻ്റെ ശേഷം നിങ്ങൾക്ക് നടക്കുമ്പോൾ ഒരു മുട്ടിനൊരു വീക്ക്നെസ് തോന്നുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് ലോക്കാകുന്ന പോലെ തോന്നുക, മുട്ട് അധികം എടുത്ത് വെക്കാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും ലോക്കാകുന്ന പോലെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് MRI, അത് ഏറ്റവും കൂടുതൽ ചാൻസ് തന്നെ നമ്മൾ ലിഗമെൻ്റ് അല്ലെങ്കിൽ മെനിസ്കസിനെല്ലാം ഇഞ്ചുറി അല്ലെങ്കിൽ അത് പൊട്ടലുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ലോക്കാകുന്ന പോലെയും അല്ലെങ്കിൽ ബലക്കമ്മി എല്ലാം തോന്നുന്നത്. അതിനെല്ലാം നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് സമയം വേസ്റ്റ് ചെയ്യരുത്. അത് ഡയറക്റ്റ് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ MRI അല്ലെങ്കിൽ ഇമേജിങ് സ്കാൻ ചെയ്യേണ്ടതാണ്. ഇത് തന്നെ മുട്ടുവേദനകൾക്ക് നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ റെസ്റ്റ് എടുക്കുക, ഐസ് വെക്കുക, ഇതെല്ലാം സാധാരണ രീതിയിലുള്ള മുട്ടുവേദനക്കാണ്, പെട്ടെന്നുണ്ടാകുന്ന മുട്ടുവേദനക്കല്ല. ഐസ് എടുക്കുക, എക്സസൈസ് ചെയ്യുക, ആവശ്യമായ മെഡിസിൻ കഴിക്കുക. എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമുക്ക് ചെറിയ ഗ്രേഡിലുള്ള ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ മൈൽഡ് മെനിസ്കൽ ഇഞ്ചുറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ചികിത്സിക്കാൻ പറ്റും. അതിന് നമ്മൾ ഇൻ്റർവെൻഷണൽ പെയിനിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജിയാണ് റീജനറേറ്റീവ് മെഡിസിൻ ഫോർ നീ ജോയിൻറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മുട്ട് ജോയിൻറ്റിൻ്റെ ഉള്ളിലോട്ട് റീജനറേറ്റീവ് തെറാപ്പി ആയിട്ടുള്ള PRP അല്ലെങ്കിൽ BMAX സ്റ്റെം സെൽസ് എല്ലാം നമ്മുടെ തന്നെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് അത് അതിൻ്റെ കോൺസെൻട്രേറ്റ്, പ്ലാസ്മ കോൺസെൻട്രേറ്റ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് മുട്ടുവേദന, ചെറിയ തേയ്മാനങ്ങൾ അല്ലെങ്കിൽ മെനിസ്കൽ ഇഞ്ചുറിക്കെല്ലാം നമുക്കത് കുത്തിവെച്ചാൽ മുട്ടുവേദന കുറഞ്ഞു വരും, മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് വരും. അത് ഓട്ടോലോഗസ്, നമ്മളെ ബോഡിയിൽ നിന്നുള്ള റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള സെല്ലുകൾ കുത്തിവെക്കുമ്പോൾ അത് കുറഞ്ഞു വരും. അതിനാണ് നമ്മൾ റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അത് മുട്ട് ജോയിൻറ്റിൽ വളരെ എഫക്റ്റീവാണ്. എന്നാൽ അത് എല്ലാ മുട്ടുവേദനയ്ക്കും പറ്റില്ല. ലിഗമെൻറ്റ് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മെനിസ്കസ് നല്ല ടിയറുണ്ട്, അല്ലെങ്കിൽ മുട്ടുവേദന വന്നത് നല്ല ഗ്രേഡ് 4 തേയ്മാനം കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർത്തോപെഡിക് സർജനെ കാണിച്ചിട്ട് അതിന് സർജറി തന്നെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ, റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞാൽ മുട്ടുവേദന 1 മുതൽ 3 വരെ സ്റ്റേജ് ഉണ്ടാകുന്ന തേയ്മാനങ്ങൾക്ക്, ചെറിയ ചെറിയ ലിഗമെൻറ്റ് ഇഷ്യൂസിന് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് മാത്രം നല്ല എഫക്റ്റീവായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ മുട്ടുവേദനയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് റെസ്റ്റ് എടുക്കണം, ഇനീഷ്യലി എക്സസൈസ് ചെയ്ത് റീഹാബിലിറ്റേഷൻ ചെയ്യണം, മെഡിസിൻ കഴിക്കണം, കഴിഞ്ഞിട്ട് കുറയുന്നില്ലെങ്കിൽ ഫിസിയോതെറാപ്പി, സ്ട്രെങ്തനിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ടും കുറയുന്നില്ല, നമുക്ക് റീജനറേറ്റീവ് മെഡിസിൻ, ഫിസിയോതെറാപ്പി, അതിനോട് കൂടി തന്നെ ഫിസിയോതെറാപ്പി കാര്യങ്ങൾ. അതേപോലെ തന്നെ ഈ ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ മസിലിനെല്ലാം സ്ട്രെങ്ത്ത് കൂടുന്ന സപ്ലിമെൻറ്റ് കൂടുതൽ കാലം കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ സ്ട്രെങ്തന് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന സപ്ലിമെൻറ്റുകൾ നമുക്ക് എടുക്കാം. പ്രത്യേകിച്ച് omega-3, omega-6, 9, അതേപോലെ കൊളാജൻ സപ്ലിമെൻറ്റ്സ് എല്ലാം, വിറ്റാമിൻ D അല്ലെങ്കിൽ മാഗ്നീഷ്യം പോലെ സിങ്ക് സപ്ലിമെൻറ്റ്സ് എല്ലാം എടുത്താൽ ഉടനെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഫ്യൂച്ചറിലോട്ട് നമ്മളെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് മുട്ടുവേദന വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടെ പറയാം, മെല്ലെയുള്ള സാധാരണ രീതിയിലുള്ള മുട്ടുവേദനകൾക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പെട്ടെന്നുള്ള മുട്ടുവേദനയൊക്കെ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിച്ചിട്ട് എക്സ്റേ, MRI, പനി മുട്ടുവേദനയുടെ കൂടെ വരിക, അല്ലെങ്കിൽ മുട്ടുവേദനയുടെ കൂടെ നല്ല വീക്കം വരിക, ഇതിനെല്ലാം ഉടനെ തന്നെ ചെയ്യണം. എന്നാൽ ചെറിയ ചെറിയ മുട്ടുവേദന നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യണം, അവിടെ ഐസ് വെക്കണം, നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് ഫിസിയോതെറാപ്പി ചെയ്യണം, അതേപോലെ തന്നെ മെഡിസിൻ കഴിക്കണം, ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറച്ച് കാലത്തേക്കുള്ള പെയിൻ കില്ലറെല്ലാം കഴിക്കണം. ഇങ്ങനെയുള്ള സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ.
അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെഡിസിൻ അല്ല, എക്സസൈസും അല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ കൂടുതൽ നേരം നടക്കുമ്പോൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള കുഷനുള്ള ഷൂ അല്ലെങ്കിൽ സ്പോർട്സ് ഷൂ അല്ലെങ്കിൽ അതിനായിട്ടുള്ള പറ്റിയ ഷൂ ഫുട്വെയർ യൂസ് ചെയ്യുക. നമ്മൾ ഇറങ്ങുമ്പോൾ കയറുമ്പോൾ എല്ലാം മുട്ടുവേദന ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്രത്യേക ലോഡ് കുറക്കാനുള്ള എക്സസൈസുകൾ ചെയ്യുക. അതിനുള്ള നമ്മൾ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ചെയ്യുക. ജിമ്മിലെല്ലാം അല്ലെങ്കിൽ എക്സസൈസ് എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ട്. മുട്ടിലോട്ട് ലോഡ് ചെയ്യുന്ന എക്സസൈസുകൾ അധികം ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ മുട്ടിന് ചുറ്റുമുള്ള മസിൽസ് ലിഗമെൻറ്റ് സ്ട്രെങ്തൻ ചെയ്യലുള്ള കോർട്ടിസെപ്സ് സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ ഹാംസ്ട്രിങ് സ്ട്രെങ്തനിങ് എക്സസൈസുകളെല്ലാം ചെയ്യുക. ഇതാണ് നമുക്ക് ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മുട്ട് വേദന മാറ്റാൻ അല്ലെങ്കിൽ കുറക്കാൻ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.